ഗുഡ് മോർണിംഗ് ഓൾ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ IED അതായത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പേരിതാണ് കമ്പാരിറ്റീവ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സ്. അതായത് നമ്മുടെ ഇന്ത്യയും അതിന്റെ നെയ്ബേഴ്സ് ആയിട്ടുള്ള പാകിസ്ഥാനും ചൈനയും. അപ്പൊ ഇവരുടെ എല്ലാം കൂടി ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എടുക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്റർ ആണ്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. അപ്പൊ ആസ് ആൻ ഇൻട്രൊഡക്ഷൻ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇപ്പൊ കഴിഞ്ഞ ഒരു 20 വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പലതരത്തിലുള്ള ചേഞ്ചസ് വന്നതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലെ. ഇപ്പൊ നമ്മൾ നമ്മുടെ IED 3rd ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു LPG എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഒക്കെ. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഈ LPG പോളിസികളൊക്കെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തതെന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചതാണ്. പിന്നെ അതിനുശേഷം നിങ്ങൾ പൊളിറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമുക്കൊരു 1991 അല്ലെങ്കിൽ 1999 ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും, ആഫ്റ്റർ 1991 ഒരു കോൾഡ് വാർ ഫേസിലേക്കൊക്കെ ഇന്ത്യ പോകുന്നുണ്ട് അല്ലേ. അതായത് എന്താണ്, സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ US തമ്മിലുള്ള കുറച്ച് ആശയപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായത് നിങ്ങൾ പൊളിറ്റിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കും കോൾഡ് വാർ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഓരോ രാജ്യങ്ങളും അവരുടെ രാജ്യത്തിനുള്ളിലുള്ള ആ ഒരു ഇക്കോണമിയെ ബെറ്റർ ആക്കാൻ നോക്കിയ ഒരു ടൈമായിട്ടാണ് നമ്മൾ ഈ കോൾഡ് വാറിനെ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. സാർക്ക്, അതുപോലെ യൂറോപ്യൻ യൂണിയൻ, ASEAN, G8, G20, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ന്യൂസുകളിലൊക്കെ വരുന്ന ചില കോൺസെപ്റ്റുകളാണ് അല്ലെ, ചില ഓർഗനൈസേഷൻസ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ഉള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് അവിടെ പുതിയതായിട്ട് ഉണ്ടാവുന്നു. അപ്പൊ ഇത് കൂടാതെ ഈ രാജ്യങ്ങൾക്ക് ഉള്ളിൽ തന്നെ ഒരു തോന്നൽ ഉണ്ടാവുകയാണ്. അതായത് അവരവരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ മനസ്സിലാക്കി അവരുടെ നെയ്ബേഴ്സിന്റെ കൂടെ തന്നെ വളരാനായിട്ട് ശ്രമിക്കുന്ന കോൺസെപ്റ്റുകളും അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കോണ്ടെക്സ്റ്റുകളും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതായത് ഇപ്പൊ ഇന്ത്യ തന്നെയാണെങ്കിലും ഏറ്റവും അതിന്റെ ബെറ്റർ ആയിട്ടുള്ള വേർഷൻ എടുക്കാനായിട്ട് നോക്കുന്നത് ആഫ്റ്റർ ഒരു 1991 ശേഷമാണ് അല്ലെ. അപ്പം അവരവരുടെ ആ ഒരു ഡെവലപ്മെന്റ് എത്രമാത്രമാണെന്ന് മനസ്സിലാക്കുകയും അവരുടെ അയൽ രാജ്യങ്ങളുമായിട്ട് ഒരു കോമ്പറ്റീഷനിലേക്ക് കടക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഗ്ലോബലൈസേഷൻ എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാം നമ്മൾ ഒരൊറ്റ കുടക്കീഴിലേക്ക് കൊണ്ടുവരികയാണ് അല്ലെ. അതായത് ഫുൾ ആ ഒരു ആ ഒരു ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ഒരൊറ്റ കുടക്കീഴിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം, നമ്മൾ മെയിനായിട്ട് രാഷ്ട്രങ്ങളെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് നമുക്ക് ഡെവലപ്ഡ് രാജ്യങ്ങളുണ്ട് അല്ലെ, ഡെവലപ്ഡ് രാജ്യങ്ങളുണ്ട്. ഇനി നമുക്ക് ഡെവലപ്പിംഗ് രാജ്യങ്ങളുണ്ട് അല്ലെ. ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് രാജ്യമാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് കൂടാതെ നമുക്ക് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. അപ്പൊ ഡെവലപ്ഡ് രാജ്യങ്ങളും ഡെവലപ്പിംഗ് രാജ്യങ്ങളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീഷനിലാണ് അല്ലെ. അത് മാത്രമല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്കിടയിൽ തന്നെ കോമ്പറ്റീഷൻ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ പാകിസ്ഥാനും ഇന്ത്യയും ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളാണ്, രണ്ട് രാജ്യങ്ങളാണ്. അപ്പൊ ആ രാജ്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കിടയിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ നമുക്ക് കാണാൻ പറ്റും. നമ്മളിവിടെ പറയുന്നത് വേറെ ഒരു തരത്തിലുള്ള എനിമിറ്റിയോ സംഭവങ്ങളോ ഒന്നുമല്ല, പകരം ഈ രാജ്യങ്ങൾക്കുള്ളിൽ എക്കണോമിക്കലി പൊളിറ്റിക്കലി ഒക്കെ ഉണ്ടാവുന്ന ഒരു കോമ്പറ്റീഷൻ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, കാരണം ഇപ്പൊ ഡെവലപ്പിംഗ് വേൾഡ് എന്ന് പറയുമ്പോൾ തന്നെ അവരെ നമ്മൾ പലപ്പോഴും ഈ ഡെവലപ്ഡ് രാജ്യങ്ങളുമായിട്ടാണ് കമ്പയർ ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ ഇതിവിടെ ഒരു കമ്പാരിസൺ വേണ്ടത് ഡെവലപ്പിംഗ് രാജ്യങ്ങളുമായിട്ട് തന്നെയാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ അയൽക്കാരനെ മനസ്സിലാക്കുകയാണ് അല്ലെ. അയൽക്കാരനെ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ എക്കണോമിക് ഡെവലപ്മെന്റ് എത്രയാണ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് എത്രയാണെന്ന് മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ചിട്ട് വളരാൻ ശ്രമിക്കുന്ന ഒരു കാര്യം നമ്മളിവിടെ നോക്കുന്നുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയും പാകിസ്ഥാനും ഒരു ദിവസം അല്ലെ, ഓഗസ്റ്റ് 14 പാകിസ്ഥാനും ഓഗസ്റ്റ് 15 ഇന്ത്യയും ഇൻഡിപെൻഡന്റ് ആവുന്നുണ്ട്. 1947 ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്നാൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന അഥവാ PRC അല്ലെ, PRC ചൈനീസ് റവല്യൂഷൻ ഒക്കെ കഴിഞ്ഞ് ഇങ്ങ് മാവോ സേ തൂങ് ഒക്കെ വന്ന് അല്ലെ 1949 നമ്മുടെ ചൈന റിപ്പബ്ലിക് ആവുന്നത് അല്ലെ, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന വരുന്നത്. അപ്പോൾ ജവഹർലാൽ നെഹ്റു താണ്ട ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു വാചകമാണ്. അതായത് ഈ ചൈനയിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള റവല്യൂഷണറി ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടന്റ്, അതായത് നമ്മൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ വ്യത്യാസമാണെങ്കിലും ഇത് ഏഷ്യയുടെ ഒരു കോമൺ സ്പിരിറ്റിനെയാണ് കാണിക്കുന്നതെന്നാണ് പുള്ളി പറയുന്നത്. അതായത് ഇപ്പം ചൈന ആയാലും ഇന്ത്യ ആയാലും ഒക്കെ ആദ്യം തൊട്ടേ നല്ല ഫ്രണ്ട്സ് ആയിട്ടിരുന്ന രാജ്യങ്ങളാണ് അല്ലെ. നിങ്ങൾ പഞ്ചശീൽ പ്രിൻസിപ്പിൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പഞ്ചശീൽ, ചൗവൻലായ്,
കേട്ടിട്ടുണ്ടോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പഞ്ചശീൽ പ്രിൻസിപ്പിൾ എന്ന് പറയും. അപ്പൊ ഈ പഞ്ചശീൽ പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജവഹർലാൽ നെഹ്റു, ചാവുലായി ഒക്കെയാണ് പഞ്ചശീൽ പ്രിൻസിപ്പിൾ ഒപ്പുവെക്കുന്നത്. അന്നത്തെ ചൈനയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം. അപ്പം എന്താണ് ഈ പറയുന്ന ചൈനയും ഇന്ത്യയും ഒക്കെ ആണെങ്കിലും ഏഷ്യയിൽ വരുന്ന രാജ്യങ്ങളായതുകൊണ്ട് തന്നെ ഇവരൊരു കോമൺ ആയിട്ടുള്ള ഒരു എന്താണ് സ്പിരിറ്റ് ആണ്, അല്ലെങ്കിൽ ഇവർക്കൊരു കോമൺ ആയിട്ടുള്ള ഐഡിയോളജി ആണുള്ളതെന്നാണ് ജവഹർലാൽ നെഹ്റു അന്ന് പറഞ്ഞത്. പിന്നെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇവിടെ നിന്ന് നമുക്ക് വലുതായിട്ട് ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ സാർക്കിന്റെ ഫുൾ ഫോം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ പറയാം കേട്ടോ. യൂറോപ്യൻ യൂണിയനെ നമ്മൾ EU എന്ന് പറയും കേട്ടോ. EU എന്ന് പറയും. EU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ ആണ്. ആസിയാൻ G8 എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 8, G20 എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 20, അത്രയേ ഉള്ളൂ. ആസിയാന്റെ സാർക്കിന്റെ ഒക്കെ ഫുൾ ഫോം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അവിടെ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഓരോ രാജ്യങ്ങളുടെയും ഡെവലപ്മെന്റ് എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് കമ്പാരിസൺ ചെയ്യേണ്ടതുണ്ട്. സോ ആദ്യം നമുക്ക് ഇവരുടെ ഒരു കോമൺ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. അപ്പൊ ഈ 3 കൺട്രീസും അവരുടെ പ്ലാനിംഗ് ഒക്കെ കൊണ്ടുവരുന്നത് ഏകദേശം സിമിലർ ആയിട്ട് തന്നെയാണ്. അതായത് ഇപ്പൊ ഇന്ത്യ ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ചൈന ആണെങ്കിലും ഇവരുടെ പ്ലാനിംഗ് ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ഇന്ത്യ അവരുടെ ഫസ്റ്റ് 5-year പ്ലാൻ അനൗൺസ് ചെയ്യുന്നത് 1951-56ലാണ്. 1951-56ലാണ് ഇന്ത്യ അവരുടെ ഫസ്റ്റ് 5-year പ്ലാൻ അനൗൺസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചതാണ്. പാകിസ്ഥാൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റ് 5-year പ്ലാൻ, അതിൻ്റെ പറയുന്ന പേര് കേട്ടോ, മീഡിയം ടേം പ്ലാൻ കേട്ടോ, മീഡിയം ടേം പ്ലാന് 1956ലാണ് കേട്ടോ. 1956ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ചൈന ആണെങ്കിലോ, ചൈനയുടെ ഫസ്റ്റ് 5-year പ്ലാൻ 1953ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 3 പേരുടെയും ആ ഒരു പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്ത ഇയർ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. 1951 ഇന്ത്യ, 1956 53 ഓർഡറിൽ അങ്ങ് പഠിച്ചു വെച്ചോ. 53 ചൈന, 1956 പാകിസ്ഥാൻ. ഈ ഒരു ഓർഡറിലാണ് പോകുന്നത് കേട്ടോ. 1951, 53, 56. ഓക്കെ, അപ്പം 1998 വരെ പാകിസ്ഥാനിലെ 8 5-year പ്ലാൻസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. 1998 വരെ പാകിസ്ഥാനിലെ 8 5-year പ്ലാൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ചൈനയുടെ 10th 5-year പീരീഡ് വരുന്നത് 2001-2006ലാണ്. അപ്പൊ നിങ്ങൾ അതൊന്നും പഠിക്കണ്ട, ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം കേട്ടോ. 1951 ഇന്ത്യ, 1953 ചൈന, 1956 പാകിസ്ഥാൻ. ഓക്കെ, ഈ കാര്യം എന്തായാലും മറന്നു പോകരുത്. ഇവർ 3 പേര് ഈ ഒരു ഓർഡറിലാണ് പ്ലാനിങ് തുടങ്ങുന്നത്. പ്ലാനിങ് തുടങ്ങുന്നത് ഈ ഒരു ഓർഡറിലാണെന്നുള്ള കാര്യം എന്തായാലും മറന്നു പോകരുത് കേട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇന്ത്യയുടെ പാകിസ്ഥാന്റെയും ഒക്കെ നമ്മൾ അവരെടുത്ത ആ ഒരു പ്ലാനിങ് സ്ട്രാറ്റജി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സിമിലർ ആണ്. കാരണം ഇവർ രണ്ടുപേരും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് പബ്ലിക് സെക്ടറിനാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടറിനാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തത്. അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും നോക്കിയിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാന്റെ ഒരു കോമണാലിറ്റിയാണ് നമ്മൾ പറയുന്നത്, അവർ പബ്ലിക് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളത്. ഓക്കെ, ഇവർ പബ്ലിക് സെക്ടറിനെ വളർത്താനാണ് ശ്രമിച്ചത്, പ്രൈവറ്റ് സെക്ടറിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ 1980 വരെ നമ്മൾ ഈ 3 രാജ്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയും ചൈനയും പാകിസ്ഥാനും നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഏകദേശം ഒരേപോലെയുള്ള ഗ്രോത്ത് റേറ്റും അതുപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നാഷണൽ ഇൻകത്തെ നമ്മൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ അല്ലെ, ടോട്ടൽ പോപ്പുലേഷനെ നാഷണൽ ഇൻകം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പെർ ക്യാപിറ്റ ഇൻകം, ഒരാളുടെ വരുമാനമാണ് അല്ലെ, പ്രതിശീർഷ വരുമാനമാണ്. ആ പ്രതിശീർഷക വരുമാനം ഈ 3 രാജ്യങ്ങൾക്കും ഏകദേശം സിമിലർ ആയിരുന്നു ടിൽ 1980s വരെ. ഓക്കെ, അപ്പൊ അതിനുശേഷം ഓരോ രാജ്യങ്ങൾക്കും എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. സോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ചൈനയാണ് കേട്ടോ. ചൈനയാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഫോം ചെയ്ത എന്നാണ് നമ്മൾ പഠിച്ചു, എന്നാണ് 1949ലാണ് അല്ലെ, 1949ലാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു 1 പാർട്ടി റൂൾ ആയിരുന്നേ. ഇപ്പോഴും നിങ്ങൾ ചൈനയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഒരു ഒറ്റ പാർട്ടിയേ ഉള്ളൂ, ദാറ്റ് ഈസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെ. ഇവിടെ 1 പാർട്ടി റൂൾ ആണ് നടക്കുന്നത്. അപ്പോ ഈ ഒരു 1949 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന വന്നതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സെക്ടറുകളും, ഇക്കോണമിയുടെ എല്ലാ സെക്ടറുകളും നമ്മുടെ ഗവൺമെന്റിന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, ഗവൺമെന്റിന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ചും എല്ലാ തരത്തിലുള്ള ഇക്കോണമിയുടെ സെക്ടേഴ്സ്, പ്രൈമറി സെക്ടർ ആയിക്കോട്ടെ, ടെറിഷറി ആയിക്കോട്ടെ, സെക്കൻഡറി ആയിക്കോട്ടെ, പ്രധാനപ്പെട്ട ഇൻഡസ്ട്രികൾ, ഭൂമികൾ, ഇതെല്ലാം ഈ ഇൻഡിവിജ്വൽസ് വരെ കൈകാര്യം ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന്റെ കീഴിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, PYQ ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇത് എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ, വിട്ടു പോകരുത്. 1958 എന്ന് പറയുന്ന ഇയറും കൂടെ പഠിച്ചിരിക്കണം.
അപ്പൊ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് കൊണ്ടുവന്നത് 1958 ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് കൊണ്ടുവന്നത് ചൈനയിലാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രാജ്യത്തിന്റെ ഒരു കുതിച്ചുചാട്ടം വരാൻ വേണ്ടിയിട്ട്, ഈ ചൈനയ്ക്ക് ഒരു കുതിച്ചുചാട്ടം വരാൻ വേണ്ടിയിട്ട് ആ രാജ്യത്തുള്ള എല്ലാ ഇൻഡസ്ട്രികളെയും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് ഈ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന് പറയുന്നത്. അതായത് രാജ്യത്തുണ്ടാക്കുന്ന ഈ വ്യവസായങ്ങളുണ്ടല്ലോ, രാജ്യത്തുണ്ടായി വരുന്ന വ്യവസായങ്ങളെ വളരെയധികം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അതായിരുന്നു ഈ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ആൾക്കാരോടൊക്കെ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു വീടുണ്ടെങ്കിൽ ആ വീടിന്റെ ബാക്ക് യാർഡിൽ ഉറപ്പായിട്ടും ഇൻഡസ്ട്രികൾ ഇടാനാണ് ചൈന പറയുന്നത്. അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കുറച്ചു ഭൂമിയാണെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ അവിടെ ഒരു ഇൻഡസ്ട്രി ഇടുക. അതാണ് അവിടെ അവർ എൻകറേജ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന് പറയുന്നത്. മാക്സിമം ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. ഇനി ഇത് അർബൻ ഏരിയാസിൽ നടന്ന കാര്യമാണെങ്കിൽ, റൂറൽ ഏരിയാസിലോട്ട് വരുമ്പോൾ അവർ ചെയ്ത എന്താണ്, കമ്മ്യൂണുകൾ ഉണ്ടാക്കി. നിങ്ങൾക്കറിയാം, കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ടേം തന്നെ വന്നത് കമ്മ്യൂൺ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് അല്ലേ. ഇപ്പൊ കമ്മ്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ കൾട്ടിവേഷൻ നടത്തുന്നതിനെയാണ്, അതായത് കൂട്ടമായിട്ട് ആൾക്കാർ കൃഷി നടത്തുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ കമ്മ്യൂൺ സിസ്റ്റത്തിൽ ആൾക്കാർ എന്ത് ചെയ്യും, പീപ്പിൾ കളക്റ്റീവായിട്ടായിരിക്കും, ഒരു കൂട്ടമായിട്ടായിരിക്കും ഈ ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ 1958 ആവുമ്പോഴത്തേക്കും ഏകദേശം 26,000-ഓളം കമ്മ്യൂണുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ചൈനയിൽ ഏകദേശം 26,000-ഓളം കമ്മ്യൂണുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്തായാലും നിങ്ങൾ മറന്നു പോരുത്. മാസീവ് സ്കെയിലിലുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വ്യവസായവൽക്കരണമാണ്, അത്രയും വലിയ ക്വാണ്ടിറ്റിയിൽ വ്യവസായവൽക്കരണം. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ GLF ക്യാമ്പയിൻ വന്നപ്പോഴത്തേക്കും അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു സമയത്ത് ഈ ഇൻഡസ്ട്രികൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോഴത്തേക്കും അവിടെ വരൾച്ചയൊക്കെ ഉണ്ടായി. അതായത് അഗ്രികൾച്ചർ കുറഞ്ഞു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരൾച്ചയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഏകദേശം 30 മില്യണോളം ആൾക്കാരൊക്കെ മരിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഈ പറയുന്ന ചൈനയിലാണെന്നുണ്ടെങ്കിൽ 30 മില്യണോളം ആൾക്കാരൊക്കെ മരിച്ചു പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, റൂസോ ചൈന വാർ ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ ചൈനയും അതുപോലെ തന്നെ റഷ്യയും തമ്മിൽ പ്രശ്നങ്ങളായിരുന്നപ്പോൾ ഈ പറയുന്ന നമ്മുടെ റഷ്യ നേരത്തെ ഇൻഡസ്ട്രിയലൈസേഷന് വേണ്ടിയിട്ട് ചൈനയ്ക്ക് കൊടുത്തോണ്ടിരുന്ന ഹെൽപ്പുകളൊക്കെ അവർ എന്ത് ചെയ്യാണ്, വേണ്ടാന്ന് വെക്കുകയാണ്. അതായത് റഷ്യക്ക് ചൈനയുമായിട്ട് പ്രശ്നമായപ്പോഴത്തേക്കും ഈ പറയുന്ന ചൈനയ്ക്ക് നേരത്തെ കൊടുത്തോണ്ടിരുന്ന സഹായങ്ങളൊക്കെ പിൻവലിക്കുകയാണ് റഷ്യ ചെയ്യുന്നത്. അതിനുശേഷമാണ് 1965 മാവോ സേതൂങ് അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മാവോ സേതൂങ് അല്ലെ. നമുക്ക് ചൈനയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ചെഗ്വേരയുടെ ഒക്കെ കൂട്ടുകാരൻ നമുക്ക് ഓർമ്മ വരുന്ന ഒരു പേരാണ് മാവോ സേതൂങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മാവോ സേതൂങ് അന്ന് ഗ്രേറ്റ് പ്രോലറ്റേറിയൻ കൾച്ചറൽ റവല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട്. ഗ്രേറ്റ് പ്രോലറ്റേറിയൻ കൾച്ചറൽ റവല്യൂഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്, 1966-76 കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ഗ്രേറ്റ് പ്രോലറ്റേറിയൻ കൾച്ചർ റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം സ്റ്റുഡൻസിനെയും പ്രൊഫഷണൽസിനെയും ഒക്കെ എന്ത് ചെയ്യാണ്, കൺട്രി സൈഡിൽ നിന്ന് അഥവാ റൂറൽ ഏരിയാസിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം നിയോഗിക്കുകയാണ്. അതായത് അവരോടൊക്കെ പറയാണ്, നിങ്ങൾ റൂറൽ ഏരിയാസിൽ പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം എന്ന് പറയുന്ന ആ ഒരു സ്കീമാണ് ഗ്രേറ്റ് പ്രോലറ്റേറിയൻ കൾച്ചറൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ റൂറൽ ഏരിയാസിൽ നിന്ന് നിങ്ങൾക്ക് അറിയാം, ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമ്മൾ ലേബറേഴ്സിന് ഒക്കെയാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ. കൃഷിക്കാർക്കും ലേബറേഴ്സിനും ഒക്കെയാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത്. അപ്പൊ ഗ്രേറ്റ് പ്രോലറ്റേറിയൻ കൾച്ചറൽ റവല്യൂഷന്റെ ഉദ്ദേശവും അത് തന്നെയാണ്, റൂറൽ ഏരിയാസിൽ നിന്ന് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ആ ഒരു ചൈനയിൽ കാണുന്ന ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് അല്ലെ, ആ ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് നമുക്ക് ചൈനയിൽ കാണാൻ പറ്റും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന 1978 കൂടിയാണ്. 1978. അപ്പം കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളുണ്ട്, ഇയറുകളുണ്ട്, നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. 1978 ചൈനയിൽ റിഫോംസ് നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. റിഫോംസ്. അതുപോലെ 1958 നമ്മൾ പഠിച്ച ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്, 65-66 66-76 ഗ്രേറ്റ് പ്രോലറ്റേറിയൻ കൾച്ചർ റവല്യൂഷൻ ഒക്കെ ഓർത്തിരിക്കുക. അപ്പൊ ചൈന ഒറ്റയടിക്ക് റിഫോംസ് നടത്തുകയല്ല, ഘട്ടങ്ങളായിട്ടാണ്. അപ്പൊ ആദ്യ ഘട്ടങ്ങളിൽ അവർ റിഫോംസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത എവിടെയാണ്, അഗ്രികൾച്ചർ, അതുപോലെ തന്നെ ഫോറിൻ ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ് സെക്ടറുകളിലൊക്കെയാണ്. കൃഷിയിൽ, അതുപോലെ തന്നെ ഫോറിൻ ട്രേഡിൽ, ഇൻവെസ്റ്റ്മെന്റ് സെക്ടറുകളിലൊക്കെയാണ്. ഇപ്പൊ അഗ്രികൾച്ചറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, കമ്മ്യൂൺ ലാൻഡ്സ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അല്ലെ. കമ്മ്യൂൺ ആണ്, അതായത് ആൾക്കാർ കൂട്ടമായിട്ടാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോൾ ആ കമ്മ്യൂൺ ലാൻഡ്സ് അവർ ഡിവൈഡ് ചെയ്തിട്ട് എന്താക്കി, ചെറിയ ചെറിയ പ്ലോട്ടുകളാക്കി. അതായത് ഒരു വലിയ കമ്മ്യൂൺ ലാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറിയ പ്ലോട്ടുകളാക്കി അത് വ്യക്തികൾക്ക് കൊടുത്തു. ഓക്കെ, അത് വ്യക്തികൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അത് വ്യക്തികൾക്ക് കൊടുത്തു. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഇൻകവും, അതായത് ഇപ്പോൾ ഒരു പ്ലോട്ട്, ഒരു വലിയ പ്ലോട്ട് ഉണ്ടായിരുന്നു, ഒരു കമ്മ്യൂൺ ലാൻഡ് ഉണ്ടായിരുന്നു, അത് അവർ ഒരു പ്ലോട്ടാക്കി ആൾക്കാർക്ക് കൊടുത്തു. ആ പ്ലോട്ടിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഇൻകവും ആ ആൾക്കാർക്ക് എടുക്കാം. ആഫ്റ്റർ പേയിങ് ദ സ്റ്റിപ്പുലേറ്റഡ് ടാക്സ് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന എല്ലാ ഇൻകവും ആ ഒരു വ്യക്തിക്ക് എടുക്കാം. അങ്ങനെ ഒരു രീതിയിലാണ് അത് കൊണ്ടുവരുന്നത്. പിന്നീട് അതാണ് ആദ്യത്തെ ഒരു ഘട്ടത്തിലെ റിഫോം. പിന്നെ അതിനുശേഷം വന്ന റിഫോംസ് കൊണ്ടുവന്നത് ഇൻഡസ്ട്രിയൽ സെക്ടറിലാണ് പിന്നെ റിഫോംസ് കൊണ്ടുവരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിൽ കൊണ്ടുവന്നു, അഗ്രികൾച്ചർ സെക്ടർ. രണ്ടാമത് ഇൻഡസ്ട്രിയിലാണ് കൊണ്ടുവന്നത്. ഇത് ചൈനയിലെ കാര്യമാണ് പറയുന്നത്. ഇൻഡസ്ട്രിയിലാണ് കൊണ്ടുവന്നത്. ഓക്കെ, ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നു. അപ്പൊ പ്രൈവറ്റ് സെക്ടർ ഫേമുകൾ പ്രത്യേകിച്ചും, അതുപോലെ ടൗൺഷിപ്പ്, വില്ലേജ് എന്റർപ്രൈസസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതെല്ലാം എന്താണ്, സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള അവകാശങ്ങൾ ഇവർക്കൊക്കെ കൊടുക്കുകയാണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ 1949 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന വരുന്ന സമയത്ത് വ്യക്തികളെ എല്ലാം മാറ്റിയിട്ട് എല്ലാ കൺട്രോളും ഗവൺമെന്റിന്റെ കീഴിലേക്ക് കൊണ്ടുവരികയാണ്, അല്ലെ, ഗവൺമെന്റിന്റെ കീഴിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് ഈ റിഫോംസ് 1978 ഇൻഡസ്ട്രിയൽ റിഫോംസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വ്യക്തികൾക്ക്, അതായത് പ്രൈവറ്റ് സെക്ടറിന് ഇവിടെ ഇമ്പോർട്ടൻസ് കൂടി വരികയാണ്. അപ്പം അവർക്കും ഇനി എന്ത് ചെയ്യാൻ പറ്റും, സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവകാശം കിട്ടുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ PSC എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്, നമ്മൾ കുറെ കേട്ടതാണ്. PSC പോലെ ഇവിടെ, അതായത് ചൈനയിലെ SOEകളുണ്ട്, സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസുകളുണ്ട്. അപ്പൊ ഇവർക്ക് എന്താണ്, കോമ്പറ്റീഷൻ ഉണ്ടാവാൻ തുടങ്ങി, അല്ലെ, അതായത് സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസസ്. ഇപ്പൊ ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചൈനയിലെ എല്ലാ വീടുകളുടെ ബാക്കിൽ എന്തുണ്ട്, ഇൻഡസ്ട്രികളുണ്ട്, അവരെല്ലാം സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും അവിടെ എന്തുണ്ടാവാൻ തുടങ്ങി, ഈ പബ്ലിക് സെക്ടറിൽ ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള ഇൻഡസ്ട്രികൾക്ക് കോമ്പറ്റീഷൻ അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. അപ്പോൾ അവർ കൊണ്ടുവന്ന വേറൊരു സംഭവമാണ് ഡുവൽ പ്രൈസിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഡുവൽ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇവിടെ രണ്ട് രീതിയിലുള്ള, പേര് പോലെ തന്നെ രണ്ട് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈസ് കൊണ്ടുവരുന്നുണ്ട്. രണ്ട് രീതിയിലാണ് ഇവിടെ നമ്മൾ പ്രൈസ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഫാർമേഴ്സും ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സും എന്ത് ചെയ്യണം, ഫാർമേഴ്സും ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സും അവർക്ക് ഇഷ്ടമുള്ള പോലെ സാധനങ്ങൾ വാങ്ങി അത് ഫിക്സ്ഡ് ക്വാണ്ടിറ്റീസിൽ എന്ത് ചെയ്യണം, സെല്ല് ചെയ്യണം. ഓക്കെ, അതായത് ഗവൺമെന്റ് നേരത്തെ ഒരു പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ പ്രൈസിൽ അവരെന്ത് ചെയ്യണം, ഇത്ര ഒരു ക്വാണ്ടിറ്റി ഓഫ് സാധനങ്ങൾ എന്താണ് ഈ പറയുന്ന മാർക്കറ്റിൽ കൊണ്ട് വിൽക്കണം. ബാക്കി വരുമല്ലോ, ഇപ്പം ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ഒരു 100 സാധനം നിങ്ങൾ ഞങ്ങൾക്ക് തരണം. ഓക്കെ, അത് കിലോയ്ക്ക് 10 രൂപയ്ക്ക് ഞങ്ങൾക്ക് തരണം എന്ന് ഗവൺമെന്റ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സാധനങ്ങൾ എടുത്തിട്ട് ബാക്കിയുള്ള, ഇപ്പൊ ഒരു 10 അവരൊരു 150 പ്രൊഡ്യൂസ് ചെയ്തു, അതിൽ 100 ഗവൺമെന്റിന് കൊടുത്തു അറ്റ് ദ റേറ്റ് ഓഫ് 10 പെർ കിലോഗ്രാം എന്നുള്ള രീതിക്ക് കൊടുത്തു. ബാക്കി 50 ഉണ്ട്, അല്ലെ, ആ 50 എന്ത് ചെയ്യാം, അവർക്ക് മാർക്കറ്റിൽ കൊണ്ടുവന്ന് അല്ലാതെ വിൽക്കാം, അവർക്ക് ഇഷ്ടമുള്ള പ്രൈസിന് വിൽക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഡുവൽ പ്രൈസിംഗ് എന്ന് പറയുന്നത്. അതായത് ഗവൺമെന്റ് ഒരു വില നിശ്ചയിക്കും, അതുകൊണ്ട് അതിന്റെ കൂടെ തന്നെ ആ വ്യക്തികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാനും പറ്റും. അപ്പം ഡുവൽ പ്രൈസിംഗ് എന്ന് പറയുന്ന സംഭവം അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവം കൂടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, കൂടാനായിട്ട് തുടങ്ങി. ഓക്കെ, അതുപോലെ തന്നെ ഈ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ ചെയ്യുന്നതും ഒക്കെ കൂടാനായിട്ട് തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ട് ആൾക്കാർ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെ, നമ്മുടെ രാജ്യത്തേക്ക്, അതായത് ചൈനയിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരാൻ തുടങ്ങുകയും അവിടെ സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ, നിങ്ങളിപ്പം ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ള ഒരു ടേം ആയിരിക്കും, ഞാനിവിടെ എഴുതാം, സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഒക്കെ എന്താണ് ഇവിടെ തുടങ്ങാനും എന്താണ് ഇവിടെ തുടങ്ങി എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് എന്താണ് ചൈനയെ കുറിച്ചിട്ട് നോക്കാനായിട്ടുള്ളത്. അപ്പൊ ചൈനയായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതായത് ചൈന ഫസ്റ്റ് ഓഫ് ഓൾ റിപ്പബ്ലിക് ആയത് ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡിന്റെ ഇയർ നിങ്ങൾ പഠിച്ചു വെക്കണം, കമ്മ്യൂണുകൾ ഓർക്കണം, അതുപോലെ ഇതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, GLF ക്യാമ്പയിന്റെ 1965 ഗ്രേറ്റ് പ്രോലറ്റേറിയൻ കൾച്ചർ റെവല്യൂഷൻ അതിന്റെ ഇയർ, അതുപോലെ തന്നെ റിഫോംസ് വന്നത്, റിഫോംസിൽ അഗ്രികൾച്ചർ ഫേസിൽ ഇൻഡസ്ട്രിയിലും ഒക്കെ എന്തൊക്കെ വന്നു, ഡുവൽ പ്രൈസിങ് മറന്നു പോരുത്, സ്പെഷ്യൽ എക്കണോമിക് സോൺ, ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഓർത്തിരിക്കാം. ഇനി അടുത്ത നമുക്ക് പാകിസ്ഥാനാണ് നോക്കാനുള്ളത്. അപ്പോൾ പാകിസ്ഥാന്റെ കാര്യം പറയുമ്പോൾ പാകിസ്ഥാൻ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ എന്ത് തുടങ്ങിയിട്ടുണ്ട്,
ഒരു മിക്സ്ഡ് ഇക്കോണമിയാണ് അല്ലേ. പാകിസ്ഥാൻ ഫോളോ ചെയ്യുന്നത് എന്ത് തന്നെയാണ്, ഒരു മിക്സ്ഡ് ഇക്കോണമി മോഡലാണെന്ന് നിങ്ങൾക്കറിയാം. അതായത് മിക്സ്ഡ് ഇക്കോണമി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിച്ചിട്ടുണ്ട്, പബ്ലിക് സെക്ടറും ഉണ്ട് അവിടെ, പ്രൈവറ്റ് സെക്ടറും ഉണ്ട് അല്ലേ. പബ്ലിക്കും ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റും ഉണ്ട്. അതിനെയാണ് നമ്മളൊരു മിക്സ്ഡ് ഇക്കോണമി എന്ന് പറയുന്നത്. അപ്പം 1950s അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും, അതുപോലെ 1960s 1950s ഒക്കെ ആകുമ്പോൾ പാകിസ്ഥാൻ ഒരുപാട് റെഗുലേറ്റഡ് പോളിസി ഫ്രെയിംവർക്കുകൾ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഈ ഇന്ത്യയുടെ കേസിൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ പഠിച്ചില്ലേ, അപ്പൊ അതുപോലത്തുള്ള ഒരുപാട് പുതിയ പുതിയ സംഭവങ്ങൾ പാകിസ്ഥാനിൽ കൊണ്ടുവരുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പം ഇവരുടെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ രാജ്യത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അഥവാ മാക്സിമം ഇറക്കുമതിയുടെ ആ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഇറക്കുമതിയുടെ ആ ഒരു കോമ്പറ്റീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ താരിഫ് പോലത്തുള്ള, താരിഫൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ടാക്സ് ഓൺ ഇമ്പോർട്ട്സ് ആണ് അല്ലെ. ഇമ്പോർട്ട്സിന് മേലുള്ള ടാക്സുകളെയാണ് നമ്മൾ താരിഫ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ താരിഫ് പോലുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പാകിസ്ഥാൻ കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ ആ ഒരു കോമ്പറ്റീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ഗ്രീൻ റവല്യൂഷൻ നമ്മുടെ ഇന്ത്യയിലെ പോലെ തന്നെ ഗ്രീൻ റവല്യൂഷൻ പാകിസ്ഥാനിലും വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്താണ്, ഒരുപാട് പുതിയ പുതിയ മെഷീൻസുകളൊക്കെ ഈ പറയുന്ന അഗ്രികൾച്ചറിൽ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ അതുവഴി കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അങ്ങനെ വന്നപ്പോഴത്തേക്കും അവിടെ എന്താണ്, ഭക്ഷ്യധാന്യങ്ങളുടെയൊക്കെ പ്രൊഡക്ഷൻ കൂടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ തന്നെ നിങ്ങൾ ഈ പഞ്ചാബ് പാകിസ്ഥാൻ ബോർഡർ ഉണ്ട്, നമ്മുടെ ഇന്ത്യയുടെ പഞ്ചാബും അതുപോലെ പാകിസ്ഥാന്റെ ആ ഒരു ബോർഡർ ഉണ്ട്. നിങ്ങൾ അതിനെ വാഗ ബോർഡർ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ അട്ടാരി ബോർഡർ അല്ലെങ്കിൽ വാഗ ബോർഡറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന കുറേ ലോറികൾ കാണാം. അപ്പൊ ഈ ലോറിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഗോതമ്പും ഇവിടെ നിന്ന് അങ്ങോട്ട് വേണ്ട സാധനങ്ങളും ഒക്കെ ഇങ്ങനെ ക്രോസ് ബോർഡർ, ഇങ്ങനെ ബോർഡർ കടന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അതൊക്കെ എങ്ങനെ പാകിസ്ഥാന് സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്രീൻ റവല്യൂഷൻ, നമ്മുടെ ഇന്ത്യ എങ്ങനെ ഗ്രീൻ റവല്യൂഷൻ ബെനിഫിറ്റ് ചെയ്തോ അതുപോലെ തന്നെ പാകിസ്ഥാനെയും ഈ പറയുന്ന ഗ്രീൻ റവല്യൂഷൻ ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ആ ഒരു അഗ്രേറിയൻ സ്ട്രക്ചറിനെ തന്നെ അത് മാറ്റിമറിച്ചു എന്നുള്ളതാണ്. അതായത് അവരുടെ കൃഷി സംബന്ധമായിട്ടുള്ള ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് മാറുകയാണ്. ഓക്കെ, പിന്നെ 1970കളൊക്കെ ആകുമ്പോഴത്തേക്കും അവർ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രികൾ, അതായത് മെഷീൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രികൾ ഉണ്ടായിരുന്നു. അതെല്ലാം ദേശസാത്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇതെല്ലാം പ്രൈവറ്റ് സെക്ടർ ആയിട്ടുള്ളതും ഉണ്ടായിരുന്നു. അപ്പൊ അത് പബ്ലിക് സെക്ടറിന്റെ കീഴിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ്. ഓക്കെ, പിന്നെ അവര് പിന്നീട് അങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡീനാഷണലൈസേഷൻ, അതുപോലെ തന്നെ ഈ പറയുന്ന പ്രൈവറ്റ് സെക്ടറിനുള്ള എൻഗേജ്മെന്റ് ഒക്കെ കൂട്ടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഈ പറയുന്ന പബ്ലിക് സെക്ടറിന് 1970കൾ വരെ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തു. പക്ഷെ 1980കൾ ആകുമ്പോഴത്തേക്കും അവർ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ വീണ്ടും ഈ പ്രൈവറ്റ് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പ്രൈവറ്റ് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അവരിങ്ങനെ ഒരിടത്ത് തന്നെ ഉറച്ചൊന്നും നിൽക്കുന്നില്ല, പിന്നീട് പ്രൈവറ്റ് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് ഇന്ത്യക്ക് പലയിടത്തുനിന്നും സഹായങ്ങൾ കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വെസ്റ്റേൺ നേഷൻസ്, നിങ്ങൾക്ക് അറിയായിരിക്കും ആദ്യം അമേരിക്കയുമായിട്ടൊക്കെ ഭയങ്കര ഗുലാനായിരുന്നു നമ്മുടെ പാകിസ്ഥാൻ അല്ലെ. അപ്പൊ വെസ്റ്റേൺ നേഷൻസിൽ നിന്നൊക്കെ ഒരുപാട് സഹായങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാന് കിട്ടുന്നുണ്ട്. റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് മിഡിൽ ഈസ്റ്റിലോട്ടൊക്കെ ഗൾഫിലോട്ടൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അവരവിടെ നിന്നിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് അയക്കുന്ന ആ ഒരു പൈസ, ഒരു പേയ്മെന്റിനെയാണ് നമ്മൾ റെമിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ റെമിറ്റൻസ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി കൂടാൻ തുടങ്ങുകയാണ്. കാരണം കൂടുതൽ ആൾക്കാരും എമിഗ്രന്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ പാകിസ്ഥാൻ അകത്ത് നിന്ന് പുറത്തേക്ക് ഒരുപാട് ആൾക്കാർ ഗൾഫിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അത് ഈ പറയുന്ന പോലെ പാകിസ്ഥാനിലേക്ക് കൂടുതൽ റെമിറ്റൻസ് വരാൻ കാരണമായി. അപ്പൊ അത് നമുക്ക് ഒരു ഇതായിട്ട് പറയാം. സോ അങ്ങനെ വന്നപ്പോഴത്തേക്കും അത് എക്കണോമിക് ഗ്രോത്ത് കൂട്ടാൻ തുടങ്ങി. ഇപ്പൊ പ്രൈവറ്റ് സെക്ടറിന് അല്ലെ, ഗവൺമെന്റ് പ്രൈവറ്റ് സെക്ടറിന് ഒരുപാട് എൻകറേജ്മെന്റ് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ നേരത്തെ അവര് ഒരു പബ്ലിക് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത രാജ്യമാണെങ്കിൽ ഇപ്പൊ അവർ എങ്ങോട്ടേക്ക് മാറി, പബ്ലിക്കിൽ നിന്ന് പ്രൈവറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമായിട്ട് മാറാൻ തുടങ്ങി എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. പബ്ലിക്കിൽ നിന്ന് പ്രൈവറ്റ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ തുടങ്ങാനും അവിടെ കാരണമായി. ഓക്കെ, അതായത് ഒരുപാട് ആൾക്കാർ പാകിസ്ഥാനുള്ളിൽ തന്നെ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താനും തുടങ്ങി. 1988 ആവുമ്പോഴാണ് ഇവിടെ റിഫോംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഞാൻ ഒരു കാര്യം പറയാം, 1978 ചൈന കറക്റ്റ് 10 വർഷം കഴിയുമ്പോൾ അല്ലെ, ഞാൻ ഇവിടെ സി എന്ന് പറയുന്നത് ചൈനയാണ്, കറക്റ്റ് 10 വർഷം കഴിയുമ്പോൾ, അതായത് 1988 ആവുമ്പോൾ ആണ് എവിടെ, നമ്മുടെ പാകിസ്ഥാനിൽ റിഫോംസ് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. പാകിസ്ഥാനിൽ
റിഫോംസ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ചൈനയും പാകിസ്ഥാനെയും കുറിച്ച് നമുക്ക് അത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത്. ഇനി നമുക്ക് ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സോ പാകിസ്ഥാനെ കുറിച്ചിട്ട് നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ജനറൽ ആയിട്ട് ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്യുന്ന പോലത്തുള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ റിഫോംസ് എന്തായാലും വന്ന ഡേറ്റ് നിങ്ങൾ മറന്നു പോരുത് കേട്ടോ. കമ്പാരിസൺ ആയിട്ടൊക്കെ ചോദിക്കും. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. അപ്പൊ ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.